തന്ത്രിയുടെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിലെ പങ്കാളിത്തം സംബന്ധിച്ച കാര്യങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് ശേഖരിക്കാൻ കഴിഞ്ഞിരിക്കുന്ന വിവരങ്ങളും തെളിവുകളും അതുമായി ബന്ധപ്പെട്ട അവരുടെ സംശയങ്ങളുമൊക്കെ കോടതിയുടെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു. അതിന് പിന്നാലെയാണ് വാജി വാഹനം ഈ തന്ത്രി ഏറ്റുവാങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ, ചിത്രങ്ങൾ പുറത്തു വരുന്നതും അതിന്മേൽ ഇപ്പോഴും അന്വേഷണം നടക്കുന്നതും. ശ്രീ മഹേഷ് പണിക്കർ, ഇവിടെ അന്നത്തെ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന അജയ് തറയിൽ പറയുന്നു, ഞങ്ങൾ ഇതിങ്ങനെ പരസ്യമായി കൊടുക്കാൻ തീരുമാനിച്ചു, അത് 2 കൈയും നീട്ടി തന്ത്രി വാങ്ങി എന്നതാണ്. ഇതൊരു ആചാര ലംഘനവും നിയമലംഘനവുമാണ് എന്നറിയാത്തയാളായിരിക്കുമോ തന്ത്രി കണ്ഠരര് രാജീവര്? നിഷ്കളങ്കമായി ഒരു പരസ്യമായ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചപ്പോൾ അതിൻ്റെ ഭാഗമായി തന്ത്രി കണ്ഠരര് രാജീവരും എന്ന് മനസ്സിലാക്കിയാൽ മതിയോ? അല്ല, എനിക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ആ രീതിയിലുള്ള ഒരു ചടങ്ങല്ല. അവിടെ ആ ഒരു കൊടിമരത്തിനെ ഇളക്കുകയാണ് ചെയ്യുന്നത്. കൊടിമരം ഇളക്കുമ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ പ്രതിഷ്ഠ പോലെ തന്നെ പ്രതിഷ്ഠ സമയത്ത് ഈ തന്ത്രി ആ കൊടിമരത്തിന്റെ മേളിൽ പടങ്ങ് ഉണ്ടാക്കി അതിന്റെ മേളിൽ കയറണം. അദ്ദേഹത്തിന്റെ കരങ്ങൾ കൊണ്ടാണ് ആ വാജിവാഹനം ആ കൊടിമരത്തിന്റെ മേളിലേക്ക് പ്രതിഷ്ഠിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ കൊടിമരത്തിൽ നിന്ന് വാജിവാഹനം ഇളക്കുമ്പോഴും അദ്ദേഹത്തിന്റെ കൈകൾ കൊണ്ട് തന്നെയാണ് അത് ഇളക്കേണ്ടത്. കാര്യം ഇവിടെ പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. 2 കാരണങ്ങൾ കൊണ്ടാവാം. ഒന്ന്, പണിക്കാരനാണ് അത് ഇളക്കുന്നത്. അപ്പോൾ പടങ്ങ് ബലമല്ലാത്തത് കൊണ്ടും ആ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പടങ്ങ് ഇല്ലാത്തതുകൊണ്ടും അദ്ദേഹത്തിന് മേളിൽ കയറാൻ സാധിച്ചില്ല. അദ്ദേഹം താഴെ നിന്നു. പക്ഷെ അത് ഇളക്കിയ ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ കൈകളിലോട്ടാണ് എത്തേണ്ടത്. അതതിന്റെ ഒരു ടെക്നിക്കൽ. ആ വിഗ്രഹം ഇളക്കുമ്പോഴത്തേക്ക് മറ്റൊരു പണിക്കാരെ, ഇപ്പോൾ വലിയ ഭാരമുള്ള വിഗ്രഹമൊക്കെയാണ്, തന്ത്രിക്ക് പൊക്കാൻ പറ്റാത്ത വിഗ്രഹമാണ്, ചിലപ്പോൾ 4-5 പണിക്കാരൊക്കെ ചേർന്നായിരിക്കും പൊക്കുക. പക്ഷെ ആ പൊക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ കരസ്പർശം അതിനകത്ത് ഏക്കണം. അപ്പം ആ രീതിയിലാണ് ആ സംഭവം. അല്ലാണ്ട് ഈ പബ്ലിക്കായിട്ട് വിളിച്ചു ചൊല്ലി മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്ത് ഇതാ അദ്ദേഹത്തിന്റെ പരശുരാമ കൽപ്പിതമായ നിയമപ്രകാരം വാജിവാഹനം തന്ത്രിക്ക് കൈമാറുന്നു എന്ന് 3 പ്രാവശ്യം വിളിച്ചു ചൊല്ലി കൊടുത്തതല്ലത്. അത് ആ വാഹനം അവിടുന്ന് മേളിൽ നിന്ന് ഇറക്കുമ്പോൾ പ്രതിഷ്ഠിച്ച് അദ്ദേഹം തന്നെ പ്രതിഷ്ഠിച്ച സംഭവം തിരിച്ചിളക്കുമ്പോഴത്തേക്കുള്ള ഒരു സ്വാഭാവിക ചടങ്ങ് മാത്രമാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ട്രാൻസാക്ഷൻ ഒക്കെ നടന്നിരിക്കുന്നത്. കാര്യം അത് കഴിഞ്ഞ് ബാക്കി അഷ്ടദിക്ക് ഇളക്കാനുണ്ട്, അത്രയും പറ ഇളക്കാനുണ്ട്, അത് കഴിഞ്ഞാണ് ആ പൊളിപ്പൊക്കെ നടക്കുന്നത്. ആ സമയത്തൊക്കെ അദ്ദേഹം അവിടുത്തെ സന്നിഹിതം തന്നെയാണ്. അല്ലാണ്ട് അതൊരു വാജിവാഹനം കൈമാറുന്ന ഒരു എന്താ പറയുക, അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ പോകുന്ന ഒരു ചടങ്ങായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇനി അങ്ങനെ ഇവർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മളെപ്പോലുള്ളവർക്ക് അങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അദ്ദേഹത്തിന്റെ കൈകൊണ്ട് ഇളക്കേണ്ട ഒരു കാര്യമാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ 2012 ഉണ്ടാക്കിയിരിക്കുന്ന ഇപ്പൊ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് തന്ത്രി സമാജം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തന്ത്രികളുടെയും എന്തൊക്കെയാണ് അവകാശമെന്നും എന്തൊക്കെ അവർക്ക് കൊണ്ടുപോകാമെന്നും മുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാമെന്നും എന്തൊക്കെ അവർക്ക് കൊണ്ടുപോകാൻ പാടില്ലെന്നും എത്രയാണ് ഒരു ദിവസം വന്നാൽ അവരുടെ വേതനമെന്നും ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. അപ്പം അതൊരു അന്വേഷണം നമ്മുടെ ഒരു ദേവസ്വം ബോർഡിന്റെ രാജഗോപാൽ എന്ന് പറയുന്ന സാറ് ചെയ്യുന്നപ്പോഴത്തേക്ക് ഒരു അന്വേഷണ റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി തദ്ദേശമായിട്ട് പരസ്പരം സമ്മതിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അവരുടെ കുറേ ഡിമാൻഡ്സ് ഉണ്ടായിരുന്നു, ഇവരുടെ കുറേ ഡിമാൻഡ്സ് ഉണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആ ഡിമാൻഡ്സ് എല്ലാം പരിഹരിച്ച് സെറ്റിൽ ചെയ്തിട്ടിരിക്കുന്ന ഒരു തീരുമാനമാണ് 2012. ഈ ഒരു തീരുമാനം ഇപ്പൊ ദേവസ്വം ബോർഡ് അധികൃതർക്ക് ഇതൊന്നും അറിയണമെന്നില്ല. സത്യം പറഞ്ഞാൽ അവരിപ്പോൾ ഇങ്ങോട്ട് ഓടി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നിയമമുണ്ടോ അങ്ങനെ നിയമമുണ്ടോ എന്നൊന്നും അവർക്ക് അറിയണമെന്നില്ല. പക്ഷെ തന്ത്രിക്ക് അറിയാം, തന്ത്രിക്ക് വ്യക്തമായിട്ട് അറിയാതെ അദ്ദേഹത്തിന്റെ അവകാശമല്ലെന്ന്. പിന്നെ ആ സമയത്ത് മേടിച്ചത് ഇങ്ങനത്തെ ഒരു കാര്യം തന്ത്രിക്കറിയാം, ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് അറിയണമെന്നില്ല എന്ന് താങ്കൾ പറയുമ്പോഴും 2022 തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്രത്തിലെ കൊടിമരത്തിന് ഇടിമിന്നലേറ്റ സംഭവത്തിൽ ആ കൊടിമരത്തിന് മുകളിൽ ഉണ്ടായിരുന്ന ഗരുഡ വാഹനത്തിന് ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് തന്ത്രി അന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അപ്പോഴവിടെ അന്നത്തെ ദേവസ്വം ബോർഡ് ഇടപെടുകയും ആ വാദം അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുകയും ആ വാഹനം ദേവസ്വം സ്റ്റോർ റൂമിൽ സൂക്ഷിക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ ദേവസ്വം ബോർഡ് അത് അറിയണം, അവർക്ക് അതിൽ ഉത്തരവാദിത്വവും ഉണ്ട്. തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞാൽ ഉണ്ട്. ഈ ഒരു സ്ഥാനം ശ്രീവരാഹ ക്ഷേത്രം, ഒരുപാട് ക്ഷേത്രങ്ങൾ നമ്മുടെ കേരളത്തിൽ ദേവസ്വം ബോർഡിന്റെ അണ്ടറിലുള്ളതും ദേവസ്വം ബോർഡിന്റെ അല്ലാത്ത സ്വതന്ത്ര ക്ഷേത്രങ്ങളിലും ഒക്കെ ഇവർ അവകാശം ചെയ്യാറുണ്ട്. കാര്യം ഈ 16-ാം നൂറ്റാണ്ടിലൊക്കെയുള്ള ചില എന്താ പറഞ്ഞ അബദ്ധജടിലമായ അതിനകത്തെ കുറെ നിയമങ്ങൾ വെച്ചിട്ട് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞ ഹിന്ദുവിലെ ഒരു വിഭാഗത്തിന് അങ്ങോട്ട് പതിതർ എന്നാ പറയുന്നത്. ഈ പതിതർ കയറിയ പുണ്യാഹം നടത്തണം. നായർ തൊട്ട് ഇങ്ങോട്ടുള്ള സകല ജാതി ആൾക്കാർ അമ്പലത്തിൽ കയറാൻ പറ്റത്തില്ല. ആ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്യങ്ങളാണ്. അപ്പം അങ്ങനത്തെയൊക്കെ വെറും അബദ്ധജടിലമായ പുണ്യാഹം നടത്തേണ്ട ഈ ഹിന്ദുക്കൾ ആര് കയറിയാലും അങ്ങനെയുള്ള സാധനം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമുക്ക് സമ്മതിക്കാൻ പറ്റുമോ ഇന്നത്തെ കാലത്ത്? ഈ പറഞ്ഞ ഇതിനകത്ത് പഴയ കാലത്തൊക്കെ അങ്ങനെ പല നിയമങ്ങളും ഉണ്ടായിരുന്നു. ബ്രാഹ്മണ മേധാവിത്വം, കൊടികുത്തി വാഴുന്ന രീതിയിൽ പല നിയമങ്ങളും അവരുണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിൽപ്പെട്ടൊരു നിയമം മാത്രവുമല്ല, പഴയ കാലത്ത് മരത്തിലുള്ള കൊടിമരമാണ്, കവുങ്ങിലാണ് കൊടിമരം ചെയ്യുക. കവുങ്ങി കൊടിമരം ചെയ്യും. ആ കൊടിയേറ്റ് ഉത്സവത്തിന് മാത്രം അതിന്റെ തലേദിവസമാണ് കൊടിമരം നാട്ടുക. അതിന്റെ മേളിൽ മരത്തിൽ തന്നെ ഒരു വാഹനം ഉണ്ടാക്കി വെക്കും. വാജിവാഹനമാണേലും ഗരുഡവാഹനമാണേലും അങ്ങനത്തെ രീതിയിൽ. അപ്പം അതിന്റെ ആ ഒരു കൊടിക്കൂറയും കൊടിയുടെ കയറും ഈ പറഞ്ഞ സാധനവും തന്ത്രിമാരെടുത്തോണ്ട് പോകാറുണ്ട്. അവർ കിട്ടുന്ന എന്തും എടുത്തോണ്ട് പോകാറുണ്ട്, അവർക്ക് മറ്റാർക്കും പ്രശ്നമില്ലെങ്കിൽ. അപ്പം അങ്ങനത്തെ ഒരു ഇതാണ്. അല്ലാണ്ട് ഇതിന് നിയമത്തിനകത്ത് ഇങ്ങനെ ഒന്നും ഇല്ല. പിന്നെ വിഗ്രഹങ്ങളുടെ കാര്യത്തിലാണ് ഈ നിയമം ഇപ്പൊ പറഞ്ഞത്. ശിലയാണ് ഇത് ചെയ്യണം, മറ്റേതാണ് ദാരുവാണ് കത്തിച്ച് കളയണം എന്നൊക്കെ പറയുന്ന നിയമം വിഗ്രഹത്തിന്റെ രീതിയിലാണ്, ക്ഷേത്രത്തിന്റെ വിഗ്രഹങ്ങളാണ്. അല്ലാണ്ട് കൊടിമരത്തിന്റെ മണ്ടയ്ക്കുള്ള വാജിവാഹനത്തിന്റെയോ ഇതിന്റെ കാര്യമല്ല.
അത് ആ സമയത്ത് ഇങ്ങനത്തെ അടുത്ത കാലത്താണ് ഈ കൊടിമരങ്ങളെല്ലാം സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ സ്വർണ്ണത്തിലോട്ടും ചെമ്പിലോട്ടും ഒക്കെ നമ്മൾ മാറ്റാൻ തുടങ്ങിയത്. അത് വളരെ അടുത്ത് 16-ാം നൂറ്റാണ്ടൊക്കെ കഴിഞ്ഞിട്ടാണ് അതിന്റെ ഒരു സാങ്കത്യം വന്നിട്ടുള്ളത്. അതിനൊന്നും ഈ പറഞ്ഞ തന്ത്രസംഹിതയിലൊന്നും വ്യക്തമായ നിയമങ്ങൾ ഉള്ളതുമല്ല. വിഗ്രഹങ്ങളുടെ കാര്യത്തിലുണ്ട്, രണ്ടായിട്ടാണ് പറയുന്നത്. അപ്പം അതുപോലെയുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ട് മറ്റൊരു കാര്യം ആരോപിച്ചുകൊണ്ട് ഇത് അവരുടെ അവകാശമാണെന്നൊക്കെ പറഞ്ഞെടുക്കാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്, എൻ്റെ നിഗമനം എന്ന് പറയുന്നത്, ഈ വാജിവാഹനവും ഈ അഷ്ടദിക്കും ഈ കൊടിമരവും അടിച്ചു മാറ്റാൻ വേണ്ടി ഇവർ കള്ളത്തരത്തിൽ ഉണ്ടാക്കിയ ഒരു ദേവപ്രശ്നം തന്നെയാണ്. കാര്യം അല്ലെങ്കിൽ എങ്ങനെയാണ് ഉറുമ്പരിക്കുക? ഇവർക്കറിയത്തില്ല ഇത് പ്രാക്കുളം ഭാസി സാർ 72 73 ചെയ്തൊരു ഒരു കൊടിമരമാണ്. അപ്പൊ അങ്ങനെ ഒരു കൊടിമരത്തിനകത്ത് ഇത്ര പെട്ടെന്ന് ഉറുമ്പരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി അഥവാ ഉറുമ്പരിച്ചെങ്കിൽ തന്നെ അതിന് പരിശോധനയ്ക്ക് തെളിഞ്ഞത് എന്നാണ്. ഇല്ല, അത് കള്ളത്തരമാണെന്ന്, തട്ടിക്കൂട്ടാന്ന്. ഇത് ഇവര് തന്നെ പറഞ്ഞ ആദ്യമേ ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടല്ലേ ആ ദേവപ്രശ്നം തട്ടിക്കൂട്ട് ഉണ്ടാക്കുന്നത്. അതല്ലേ ഇതിനകത്തെ പ്രശ്നം. കാര്യം ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയാണ് ഇവർ ചെയ്യുന്നത്. ഇപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഇവര് ഒരു കുറ്റം ആരോപിക്കുകയാണ്. നമ്മുടെ ദ്വാരപാലക ശില്പത്തിന്റെ എന്താ പറഞ്ഞ കളർ മങ്ങി, നാണയം എറിഞ്ഞ് അതിനകത്ത് പ്രശ്നം ഉണ്ടായി, അവിടെ ചളുങ്ങി, അവിടെ കളർ കുറഞ്ഞു, അവിടെ വാതിലിന് പ്രശ്നമായി. അപ്പം അങ്ങനെ ഇവരങ്ങ് സ്വയം ഉണ്ടാക്കുമല്ലോ. ഇവരുടെ കയ്യിൽ നിൽക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഇവർ തന്നെ തീരുമാനമെടുക്കുന്നു. ഇവരുടെ കയ്യിൽ നിൽക്കാത്ത വലിയ വലിയ കാര്യങ്ങൾക്ക് ദേവഹിതം എന്ന് പറഞ്ഞ ദേവപ്രശ്നത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടോടെ അവർ ഉണ്ടാക്കിയെടുക്കുന്നു. അതും കള്ളത്തരം. ഇവരുടെ തന്നെ ആൾക്കാർ വന്നിട്ടാണ് ഈ ദേവപ്രശ്നമൊക്കെ സെറ്റ് ചെയ്യുന്നത്. കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് മറ്റേ ദ്രവിച്ചിട്ടില്ലല്ലോ, അത് ഇളക്കിയപ്പോൾ ദ്രവിച്ചിട്ടില്ലല്ലോ. അങ്ങനെയാണെ തന്നെ ഇതിനൊരു ഒഫീഷ്യൽ രീതി ഉണ്ടല്ലോ, നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റും. കോൺക്രീറ്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതിന്റെ കമ്പിക്കകത്ത് വല്ലതും വെള്ളം കയറി തുരുമ്പിച്ചിട്ടുണ്ടോ, അതൊക്കെ അറിയാൻ പറ്റുന്ന ഒരു കാലമല്ലേ ഈ 2019 17 അപ്പം അങ്ങനത്തെ ഒരു പരിശോധനകളും ഇല്ലാതെ ഏകപക്ഷീയമായിട്ട് ഇവര് ഇത് മാറ്റാനായിട്ട് തീരുമാനമെടുക്കുന്നു. ആ തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അതിന്റെ പേരിൽ ഈ തന്ത്രിക്ക് പോലും ഈ വാഹനം ഒന്നും കണ്ടുപോലും കാണത്തില്ല. അതൊക്കെ അന്നേ കടൽ കടന്ന് വിറ്റുപോയിട്ടുണ്ടാവും. പിന്നെ ഇപ്പൊ ഈ പ്രശ്നം വന്നപ്പോഴത്തേക്ക് രണ്ടാമത് അദ്ദേഹം ആദ്യം പറഞ്ഞത് തരാമെന്നൊന്നുമല്ല പറഞ്ഞത്. ആദ്യം പറഞ്ഞത് ഇത് എൻ്റെ ഉണ്ടെന്നാ പറഞ്ഞത്, എൻ്റെ ഉപയുക്തമാണെന്നാ പറഞ്ഞത്. പിന്നെ കുറെ ഹൈന്ദവ സംഘടനകൾ ആ വീട്ടിലേക്ക് മറ്റേ എന്താ പറയുക നാമജപ ഘോഷയാത്രയായിട്ട് ചെല്ലും, ഭയങ്കര സീരിയസ് ആയിട്ട് ലഹള ഉണ്ടാവും എന്നോ കണ്ടുകൊണ്ടാണ് പിന്നെ അദ്ദേഹം തിരിച്ചു തരാനെന്ന് പറയുന്നത്. ചുരുക്കത്തിൽ ഇതൊരു വലിയ ഗൂഢാലോചനയുടെയും ആസൂത്രണത്തിന്റെയും തട്ടിപ്പിന് വേണ്ടിയുള്ള കളമൊരുക്കലിനും ഒക്കെ ഭാഗമായി തന്നെ സംഭവിച്ചിട്ടുള്ളതാണ് എന്നാണ് ശ്രീ മഹേഷ് പണിക്കർ പറയുന്നത്. ഞാൻ മനസ്സിലാക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.